നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം അദ്ദേഹം ഒരു വേദിയിൽ തുറന്നു തന്നെ പറയുകയായിരുന്നു. അതിന് കാരണവുമുണ്ട്. പക്ഷേ ആ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. അതായത് കേരളത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ മലപ്പുറത്ത് ചെന്ന് അനുവാദം ചോദിക്കേണ്ടതുണ്ട്. കാന്തപുരത്തോട് ചോദിച്ചിട്ട് മാത്രം ഭരണം നടത്തേണ്ട അവസ്ഥയാണ് കേരളത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. ഇത്തരം ഒരു വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായത്തിന് പിന്നെ വലിയ കോലാഹലങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ ഈ സമയത്ത് പോലും വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള എതിർ അഭിപ്രായങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാന്തപുരത്തെ തൊട്ട് കളിക്കുന്നു, കാന്തപുരത്തോട് അല്ലെങ്കിൽ കാന്തപുരത്തെ വിമർശിക്കുന്നു, മുസ്ലിം സംഘടനകളെ വിമർശിക്കുന്നു, സമസ്തയെ വിമർശിക്കുന്നു, കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തിന് കോട്ടം വരുത്തുന്നു, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു എന്നിങ്ങനെയൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന് കാരണം എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്ത് അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയാണ് സമസ്ത എന്ന അഭിപ്രായമില്ലാത്തത് ആർക്കാണ്? ആദ്യം ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി സഖാക്കൾ വന്നു. അതായത് കേരളത്തിൽ ഒരു വലിയ നവോത്ഥാനം ഇതാ നടക്കാൻ പോകുന്നു, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇതാ ഞങ്ങൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകരെ കൊണ്ട് പിന്നീട് ജെൻഡർ ന്യൂട്രൽ എന്ന ഒരു വാക്ക് മിണ്ടിക്കുക പോലും ചെയ്തിട്ടില്ല ഈ സമസ്തയടക്കമുള്ള ഇസ്ലാമിക സംഘടനകൾ. അവരുടെ എതിർപ്പ് വന്നതോടുകൂടി ഈ ജെൻഡർ ന്യൂട്രൽ സങ്കല്പമൊക്കെ സഖാക്കൾ തുണിസഞ്ചിയിലേക്ക് മാറ്റിവെച്ചു എന്നത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? ഏറ്റവും ഒടുവിൽ ഇതാ സൂംബ വിവാദം. കേരളത്തിലെ സ്കൂളുകളിൽ സൂംബ പഠിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എതിർത്തത് ഈ പറയുന്ന കക്ഷികളാണ്. ഈ കക്ഷികളെല്ലാം തന്നെ സൂംബയെ എതിർക്കുന്നു. ഇപ്പോൾ സൂംബയെക്കുറിച്ച് ആരും മിണ്ടുന്നുമില്ല. സൂംബ നടത്തിയാലും കൊള്ളാം, നടത്തിയില്ലെങ്കിലും കൊള്ളാം, ആരും നിർബന്ധിക്കാൻ വരുന്നില്ല എന്നൊക്കെ മട്ടിലേക്ക് മാറി. പിന്നീട് വരുന്നു ഇതാ വിദ്യാഭ്യാസ സമയ പരിഷ്കരണം. അത് നേരത്തെ തന്നെ വന്നതാണ്, നേരത്തെ സമസ്തയടക്കമുള്ള ആളുകൾ എതിർപ്പ് അറിയിച്ചതുമാണ്. ഇപ്പോൾ കോടതി ഇടപെടലിനെ തുടർന്ന് സർക്കാർ ആദ്യം പിൻവാങ്ങിയെങ്കിലും കോടതി ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കി അടങ്ങൂ എന്ന രീതിയിലാണ്. ഇതിന് സമസ്ത കഴിഞ്ഞ ദിവസം സർക്കാരിന് മുന്നിൽ ഒരു എതിർവാദം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഒരു ബദൽ മാർഗം മുന്നോട്ട് വെച്ചത് എന്ത് എന്ന് നമ്മൾ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെല്ലാം കേട്ടതാണ്. അതായത് സ്കൂൾ സമയം രാവിലെ 15 മിനിറ്റ് നീട്ടുന്നതിന് പകരം വൈകുന്നേരം 15 മിനിറ്റ് നീട്ടുക. ഞങ്ങളുടെ മദ്രസ പഠനത്തെ അത് ഒരു കാരണവശാലും ബാധിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്കൂൾ സമയം പഠനത്തിന് തികയുന്നില്ല എങ്കിൽ ഓണാവധിയും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കുക, മധ്യവേനൽ അവധി വെട്ടിക്കുറയ്ക്കുക എന്നീ ന്യായങ്ങളും എന്നീ ബദൽ നിർദ്ദേശങ്ങളുമാണ് സമസ്ത മുന്നോട്ട് വെച്ചത്. 15 മിനിറ്റ് സ്കൂൾ സമയം, 15 അരമണിക്കൂർ സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നത് കാരണം കേരളത്തിലെ ഒരു മദ്രസയുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. അതനുസരിച്ചിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എന്നിട്ടും മദ്രസ പഠനത്തെ തുടരുത് എന്ന ഒരു മതപരമായ മേൽക്കോയ്മ സൃഷ്ടിക്കാനാണ് സമസ്തയും ഇസ്ലാമിക സംഘടനകളും ശ്രമിച്ചത് എന്ന് വ്യക്തമാണ്. ഓണത്തെയും ക്രിസ്മസിനെയും ഒക്കെ തൊട്ട് കളിക്കുന്നതിലൂടെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള വർഗീയ നിലപാട് ആദ്യം സ്വീകരിച്ചത് സമസ്തയാണ്. എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഹിന്ദു സംഘടനകളൊന്നും തന്നെ പ്രതികരിക്കാത്തത് എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ വൈകിയാണെങ്കിലും അങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ആ പ്രതികരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു. കാന്തപുരത്തോട് ചോദിച്ചിട്ട് ഈ സംസ്ഥാനത്ത് ഭരണം നടത്തേണ്ടുന്ന ഗതികേടിലേക്ക് ഈ സർക്കാർ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. അതൊരു വർഗീയ പ്രസ്താവനയൊന്നുമല്ല. സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ, സത്യം വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം വാങ്ങാനായി ദേഹം മുഴുവൻ മൂടുന്ന ചാക്ക് പോലെയുള്ള പർദ്ദയൊക്കെ അണിഞ്ഞൊരു പെൺകുട്ടി, ഒരു കുഞ്ഞു പെൺകുട്ടി വേദിയിൽ മതപുരോഹിതന്മാരിയ്ക്കുന്ന ഈ സമസ്തയുടേതടക്കം ആളുകളിരിക്കുന്ന വേദിയിലേക്ക് കയറി ചെന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വേദിയിൽ നിന്നും അപമാനിച്ച് ഇറക്കിവിട്ട ഒരു സംഭവമുണ്ടായി. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും നവോത്ഥാന നായകരും അതുപോലെ തന്നെ സാംസ്കാരിക നായകരും ഒന്നും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. ഈ വേദിയിൽ നിന്നും ഇറക്കി വിട്ടതിനെ ന്യായീകരിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമസ്ത. ഈ സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ സമസ്തയെയാണ് ഇപ്പോൾ സർക്കാർ കാര്യഗൗരവത്തിലെടുക്കുന്നതും ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് മുന്നോടിയായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതും. ആത്മാഭിമാനമുള്ള ആരാണ് പ്രതികരിക്കാതിരുന്നത്? അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ആ പ്രതികരിച്ച
പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ വലിയ ബഹളമുണ്ടാകുന്നത്. സമസ്തയെ എതിർക്കാൻ കേരളത്തിൽ ആളുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആളുണ്ട്. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ മറുപടി. തീർച്ചയായും ഈ പറയുന്ന ഇസ്ലാമിക മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ എതിർക്കുന്നവരെല്ലാം തന്നെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനെ തിരുവാക്കിയ എതിർവായി ഇല്ലാതെ കേരളത്തിൽ ഒരു സുൽത്താനായി വാഴാം. നിമിഷപ്രിയയുടെ കേസിലൊക്കെ ഇടപെട്ടതോടുകൂടി കേരളത്തിൽ ഇനി താനാണ് സുൽത്താൻ എന്ന് നനച്ചിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ അപ്രതീക്ഷിതമായ ഈ വാക്ശരങ്ങൾ കാന്തപുരത്തിന് മുന്നിൽ പതിക്കുന്നത് എന്ന് തന്നെ നമുക്ക് കാണണം. എന്തായാലും വി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ, ഈ മൂന്ന് മുന്നണിയിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഇന്ന് നടന്ന ഒരു പരിപാടിയിൽ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്, വിശ്രമ ജീവിതം നയിക്കേണ്ട സമയത്ത് ചരിത്രപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് ഉണ്ടായത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. മാത്രമല്ല UDFൻ്റെ കെ ബാബുവും ഈ പറയുന്ന SNDP എന്ന പ്രസ്ഥാനത്തിന് വിലയും നിലയും ഉണ്ടാക്കി കൊടുത്ത പ്രവർത്തനമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റേത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമുദായ നേതാവായിരുന്നു എന്നൊക്കെയുള്ള പുകഴ്ത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വച്ചത് ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിൽ മറ്റു മതങ്ങൾക്ക് മേൽ ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ട് ഭരണകൂടത്തെ പോലും വിരട്ടാനുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി ഉയരാനുള്ള ചില ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ശ്രമങ്ങളുടെ ചിറകരിഞ്ഞു കളയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ആ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആ അഭിപ്രായത്തിന് പിന്തുണയേറുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.